ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം റെഡ് കാർപ്പറ്റ്. Good evening, നമസ്കാരം and welcome to Red Carpet with RJ ഏലിക്കുട്ടി. അപ്പോൾ എന്തായാലും റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു കിടിലൻ അതിഥിയുണ്ട് കേട്ടോ. എല്ലാ മേഖലകളിലും തന്റേതായിട്ടുള്ള കയ്യൊപ്പ് രേഖപ്പെടുത്തിയിരുന്നവരെ നമ്മൾ സകലകലാവല്ലഭൻ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അത്തരത്തില് കണ്ണും പൂട്ടി സകലകലാവല്ലഭ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു 23-കാരനാണ് ഇന്ന് നമ്മുടെ കൂടെ റെഡ് കാർപ്പറ്റിലുള്ളത്. ടീച്ചറായിട്ടും മെന്റലിസ്റ്റ് ആയിട്ടും സോഷ്യൽ വോളണ്ടിയർ ആയിട്ടും ഒക്കെ നമ്മുടെ ഇടയിൽ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീഹരി മങ്ങാട്ടാണ് ഇന്ന് നമ്മുടെ കൂടെ റെഡ് കാർപ്പറ്റുള്ളത്. ശ്രീഹരി, നമസ്കാരം, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇപ്പോ പരിപാടിയും പരീക്ഷകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പരീക്ഷകളോ? എന്ത് പരീക്ഷകളാണ്? ഞാന് ഡിഗ്രി ചെയ്യുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി അങ്ങോട്ട് മൊത്തത്തിലൊരു പരീക്ഷണമാണെന്ന്. അതെ, ഓക്കെ ഓക്കെ. ഡിഗ്രി എക്സാംസ് നടക്കുന്നുണ്ട്, പിന്നെ PSC നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തിരക്ക്, പിന്നെ നമ്മളെ സീസൺ ടൈമായി നാടൻപാട്ട് പരിപാടിയൊക്കെ ആയിട്ട്, അപ്പൊ അതിന്റെ ഓട്ടങ്ങൾ. യെസ്. അപ്പൊ ശ്രീഹരിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2022 നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് ഒരു കടുവ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കടുവയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന്റെ പ്രൊമോ സോങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന പാലാപ്പള്ളി തിരുപ്പള്ളി. ആൻഡ് ഈ ഒരു പാട്ടിന്റെ ഉറവിടം അന്വേഷിച്ച് നമ്മൾ പോയപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പേരാണ് സോൾ ഓഫ് ഫോക്ക്. സോൾ ഓഫ് ഫോക്കിന്റെ ബാൻഡിലുള്ള ഒരു ലീഡ് സിംഗർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ ശ്രീഹരി? ഓക്കെ, അപ്പൊ പറയൂ, സോൾ ഓഫ് ഫോക്കിനെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയൂ. സോൾ ഓഫ് ഫോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 17 അംഗ യുവ കലാകാരന്മാരുടെ ഒരു ടീമാണ്. പാലാപ്പള്ളി ലീഡ് പാടി അതിലേറ്റനാണ് അതുൽ നറുകര. കോവിഡിന്റെ സമയത്താണ് ഈ ഒരു ടീമൊക്കെ ഫോം ചെയ്യുന്നത്. നമ്മള് കോവിഡിന്റെ സമയത്ത് നമുക്ക് വേറൊരു പണിയൊന്നുമില്ലല്ലോ, നമ്മൾ ഈ ബക്കറ്റ് ചിക്കൻ, ചക്കക്കുരു ജ്യൂസ്, ആ പരിപാടിയൊക്കെയാണല്ലോ. വേറെ ഒരു പണിയില്ലാതെ എല്ലാ വീട്ടിലും 4-5 യൂട്യൂബ് ചാനലുകളും ഞങ്ങളും വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ ലൈവ് ഒക്കെ. ഒരു ദിവസം അതിലായിട്ട് ഒരു ലൈവ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ എല്ലാവരും ഭയങ്കര രസം തോന്നി. നമുക്ക് എല്ലാവർക്കും അന്ന് എനിക്ക് അതിലായിരുന്നു വലിയ പരിചയമല്ല. അച്ഛനും അതിലായിരുന്നു നമ്മുടെ കണക്ഷൻ ഉണ്ട്. അച്ഛൻ ഫോക്ലോറിസ്റ്റ് ആണ്. അപ്പൊ നാടൻപാട്ടും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അച്ഛൻ ആയിട്ടുള്ള കണക്ഷന്റെ പേരിൽ മുപ്പിലിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛനൊന്ന് കുറച്ച് ദിവസത്തിന് ഇങ്ങനെ ലൈവ് പാടാൻ വേണ്ടിട്ട് വിടുവോ, വീട്ടിക്ക് വിടുവോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഞാനന്ന് SPCയിലുള്ള സമയം, ഞാൻ SPC അലുമിനി ആയിരുന്നു, പോലീസ് കാഡറ്റിന്റെ. അപ്പൊ നമുക്ക് ഈ ട്രാഫിക്കിൽ ഡ്യൂട്ടി ഉള്ള സമയമാണ്. അതായത് SPC അലുമിനീസിന് അന്ന് കോവിഡിന്റെ സമയത്ത് ഡ്യൂട്ടി കിട്ടിയത്. അപ്പൊ നമുക്ക് പാസ് ഉണ്ട്, അപ്പൊ നമുക്ക് റോഡ് പോവാം. ആ സമയത്ത് അന്നത്തെ ഓഫീസേഴ്സിനൊന്നും അറിയില്ല, അതൊന്നും ഇന്നെങ്ങാനും കേൾക്കുമ്പോ പണി കിട്ടുമോ, അത് വേറെ വിഷയം. അപ്പൊ അന്ന് ഡ്യൂട്ടിക്കിടയിൽ നമ്മൾ ഈ പാസും വെച്ചിട്ട്, അന്ന് പിന്നെ എന്താ വെച്ചാൽ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങുമ്പോ വരെ സത്യാമൂലം എഴുതേണ്ട സമയമാണ്. അപ്പൊ അങ്ങനെ നമ്മള് ഇങ്ങനെ പോയി ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഒക്കെ ചെയ്ത്. ഓക്കെ, അപ്പൊ ഈ പാടാൻ പോയപ്പോ എന്താണ് സത്യവാങ്മൂലത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്? അല്ല, എനിക്ക് പാസ് ഉണ്ടായത്, എനിക്ക് സത്യവാങ്മൂലം വേണ്ട. അതാ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഓഫീസർമാര് കേട്ടിട്ടുണ്ടെങ്കിൽ അന്ന് പാസം വെച്ചിട്ട് വേറെ പരിപാടിക്ക് അങ്ങനെ തുടങ്ങിയതാണ് നമ്മള്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഒരു ഇലക്ഷന്റെ സമയമായപ്പോ നമ്മളങ്ങനെ ഇലക്ഷൻ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു 5 ആള് അങ്ങനെ തുടങ്ങി. പിന്നെ 5 8 8 10 12 14 അങ്ങനെ 17 പേരായി. പിന്നെ നമ്മള് അതിനുശേഷം ന്യൂഇയർ പരിപാടിയൊക്കെ മണാലിയിൽ ആദ്യമായിട്ട് ന്യൂഇയർ പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അന്നൊന്നും നമുക്ക് വലിയ ഐഡിയ അല്ല, അതായത് ഇതെങ്ങനെ, അതായത് ഇപ്പൊ നമുക്ക് ഇതിൽ എന്ത് കൊണ്ടുവരാം, പുതിയതെന്ത് കൊണ്ടുവരാം, അങ്ങനെ ഒരു ഐഡിയ എന്നുള്ള രീതിയിലൊന്നും ഇല്ല. നമുക്ക് പക്ക ഇവിടുത്തെ ടീമുകളൊക്കെ നാടൻപാട്ട് പാടുന്ന പോലെ തന്നെ നമ്മളൊരു ടീം അങ്ങനെ കൊണ്ടുപോകാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊരു ഒത്തൊരുമയ്ക്ക് എത്തിയപ്പോഴേക്ക് അടുത്ത ലോക്ക്ഡൌൺ വന്നു, പിന്നെയും വീട്ടിൽ തന്നെ ഇരുന്നു. സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നു, പിന്നെയും വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോ എന്നാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ രണ്ടാമത് തുടങ്ങി. അപ്പൊ അന്ന് പിന്നെ എല്ലാ ക്ലബ് ഹൗസിലും ഓരോ റൂമുകളാണല്ലോ, എല്ലാ റൂമിലും കയറുക, കുറച്ച് പാട്ട് പാടുക, ഇറങ്ങുക. നമ്മള് ആരും പുറത്ത് കാണുന്നില്ലല്ലോ, അത് നമുക്ക് എന്തും പറയാം. അതൊരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ ഇനി പാടിയാലും പ്രശ്നമല്ല, നമുക്ക് ആ റൂമിൽ നിന്ന് ഇറങ്ങിയ കാര്യം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സതിരായിട്ട് ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ കുറച്ച് സംവിധായകന്മാരും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേട്ടൻ അങ്ങനെ ഒരു ദിവസം അതിക്ക് ഇങ്ങനെ പാടാൻ വേണ്ടി വിളിച്ചതാണ്, നമ്മൾ അറിയുന്ന ആള്. അപ്പൊ അങ്ങനെ അതിലേട്ടയിൽ പാടുന്ന സമയത്ത് സന്തോഷി എന്ന് പറയുന്നത് നമ്മളെ ഉറുമിയുടെ ഒക്കെ സംവിധായകൻ സന്തോഷി, ഇപ്പൊ ഈ ബാറോസിന്റെ സിനിമാറ്റോഗ്രാഫർ ഒക്കെ, അദ്ദേഹം ആ കോളിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വന്ന് ഈ പാട്ട് കേട്ടിട്ട് അടിപൊളിയായി, എനിക്കൊരു വർക്കിന് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതാരോടും പറഞ്ഞില്ല, കാരണം ഈ സിനിമേന്റെ വിഷയം നമുക്ക് അതിൽ പാട്ട് വന്നാലേ പാട്ടൊന്നും പറയാൻ പറ്റും. കാരണം അപ്പോ നമ്മളാരോടും പറഞ്ഞില്ല, ആയിക്കോട്ടെ ശരി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. പിന്നെ ഒരു സമയത്ത്
സാറ് വിളിച്ചു, സാറെ മാനേജർ വിളിച്ചു, ഇങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്കൊരു വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇവരുടെ വർക്ക് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് സന്തോഷ് സാറെ വർക്ക് ഇപ്പൊ അടുത്തിറങ്ങിയത്. നമ്മളെ MT വാസുദേവനായരുടെ ചെറുകഥകൾ സിനിമയായിട്ട് നെറ്റ്ഫ്ലിക്സ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സീരീസ് ആക്കിയിട്ട്, ആന്തോളജി സീരീസ് ആക്കിയിട്ട്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതില് അതേം തേടി വീണ്ടും എന്ന് പറഞ്ഞിട്ട് സന്തോഷ് സാർ ചെയ്ത സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മളെ 4 പാട്ട് അതിൽ വന്നു. അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജെയ്സ് ബി ജോയ് എന്ന് പറഞ്ഞ സാറായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇങ്ങനെ വരാൻ തുടങ്ങി, അതായത് പുഴുവിൽ വന്നു, പിന്നെയാണ് കടുവയ്ക്ക് എത്തുന്നത്. അപ്പോ അവിടുന്നാണ് പിന്നെ നമ്മളെല്ലാം ആഫ്റ്റർ പാലാപ്പള്ളി ബിഫോർ പാലാപ്പള്ളി എന്നുള്ള രീതിയിൽ പാലാപ്പള്ളി ഫെയിം അതുൽ നറിയരെ നയിക്കുന്ന സോളോ ഫോക്കിന്റെ പരിപാടി എന്നുള്ള രീതിയിൽ ഒരു ബ്രാൻഡിങ് വന്നു. ഈ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിന്റെ ലിറിക്സിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ പാട്ടിലും ഹുക്കപ്പ് ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പൊ പറയാം. നമ്മളുടെ പാലാപ്പള്ളിയിലെ ഹുക്കപ്പ് ലൈൻ ആയിട്ട് അതിനകത്ത് വരുന്നത് ആവോ ദാമാനോ എന്ന് പറയുന്ന ഒരു പോർഷൻ ആണല്ലേ. ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ്? ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആവോ ദാമാനോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അതിന്റെ ബാക്ക് സ്റ്റോറിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഒരുപാട് ചെറിയ കമ്മ്യൂണിറ്റികൾ ഉണ്ടല്ലോ. പുലയ സമുദായക്കാര്, പാണ സമുദായക്കാര്, എന്താ പറയാ സമുദായക്കാർ, അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. നമ്മൾ ഈ നാടൻപാട്ടിനെ സംബന്ധിച്ചോളം ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ പാട്ടുകള്, അവരുടേതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയൊക്കെ നമുക്ക് പറയാറുണ്ട്. അതാണ് നമ്മളെ ഫോക്ലോർ, അങ്ങനെയാണ്. അപ്പൊ അതില് ഈ പുലയ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകള് അവരുടെ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ വരും ദിവസങ്ങളിൽ പാടുന്ന പാട്ടുണ്ട്, ഒരു കൂലികെട്ട് എന്ന് പറഞ്ഞിട്ട്. കൂലികെട്ട് എന്നാണ് ആ പാട്ടിന് പറയാ. അതിന്റെ വരി ഏകദേശം എങ്ങനെയാണ്: അയ്യാലയ്യ പടച്ചോനെയൊരയ്യോ നിലവിളി കേൾക്കുന്ന കുന്നമ്പാതയിൽ അമ്പാതെ ഞാൻ ഇതാ വിളിക്കുന്നേ, ആവോ ദാമാനോ കൈത്തിരി കത്തനല്ലോ, ആവോ ദാമാനോ തോർത്തും കയ്യിലേന്തി. ഇതാണ് ആ പാട്ട്. കുറെ ഉണ്ട്. അവര് രാത്രി മുതൽ രാവിലെ വരെ പെടുന്ന പാട്ടാണത്. അപ്പൊ ഈ പാട്ടിന് ഒരു പിൻവശം ഈ ആവോ ദാമാനോ എന്ന് പറഞ്ഞാൽ അവര് മരിച്ച വീട്ടിൽ പാടുന്ന പാട്ടാണ്. അതേപോലെ തന്നെ ഈ ആവോ ദാമാനോ എന്ന് പറയുന്ന ആത്മാവേ വാ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ മരിച്ച വീട്ടില് കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ആത്മാവിനെ വിളിച്ച് കർമ്മം ചെയ്ത് തിരിച്ചു വിടാന്ന് പറയും. ഹിന്ദുസിന്റെ തന്നെ നമ്മളിങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വർഷാവർഷം നമ്മൾ ഈ കാശി പോയിട്ടും അതുപോലെ തന്നെ തിരുനാവായ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് ബലിതർപ്പണം ചെയ്യാന്നൊക്കെ പറയും. അപ്പോ അതായത് അത്രയും ഈ ആത്മാവിന് ശാന്തി ലഭിക്കാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കൾച്ചറാണത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ആത്മാവേവ എന്ന് പറയുന്ന വേർഡാണത്. നമ്മളങ്ങനെ ഈ പാട്ട് ഇപ്പൊ നമ്മൾ കലോത്സവത്തിൽ പഠിപ്പിക്കണോണ്ട് തന്നെ നമുക്ക് ഈ പാട്ട് അറിയാം. അപ്പൊ നമ്മൾ ഈ ഇതേപോലെ സാർ അടുത്ത് ഒരു സമയത്തും ഇരിക്കുന്ന സമയത്ത് അതിരട്ടെ പാടിയപ്പോഴാണ് ഈ ഇത് പാട്ട് രസമുണ്ടല്ലോ മൂപ്പര് പറയും അതൊന്ന് പാടിക്കെന്ന് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ പാടി കൊടുത്തു. ഇത് എവിടെയെങ്കിലും ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് പിന്നെ കടുവ വരുന്നത് കേട്ടോ. ഇത് കടുവേന്റെ മുന്നുള്ള സംഭവമാണ്. അപ്പൊ അങ്ങനെ പിന്നെ കടുവയില് ഉപയോഗിച്ചാണ്. പക്ഷെ കടുവയിൽ ഉപയോഗിക്കുന്ന സമയത്തും കണ്ടറിയാം. അതായത് ഒരു പള്ളിപ്പെരുന്നാള് ക്ലൈമാക്സിലാണ് പാട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളതിൽ ആവോദാമാനം എന്നുള്ള വേർഡും അതിന്റെ ടോണും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ പുതിയതുണ്ടാക്കിയിട്ടുള്ള വരികളാണ് എല്ലാം. ആ ട്യൂൺ എടുത്തിട്ടുണ്ട്, ആവോദാമാനം എന്ന് പറയുന്ന വേർഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാട്ട് കിട്ടിയ അവരുടെ വാങ്ങി അവർക്ക് പേറ്റന്റ് ഒക്കെ കൊടുത്ത് പിടിക്കൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ പാട്ട് ചെയ്തത്. അവോദാമാനം എന്ന് പറയുന്ന വേർഡിന് പവർഫുൾ സിനിമയിലുണ്ട്, ഇതിന്റെ പുറത്ത് ബാക്ക് സ്റ്റോറിയിലുണ്ട്. അതുൽ ചേട്ടൻ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് എന്ന്. അതിനെപ്പറ്റി എന്താണ് ശ്രീഹരിക്ക് പറയാനുള്ളത്? അതായത് കൊച്ചി വെച്ചിട്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് വരുന്നത്. നമ്മൾ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ കടുവയെ സംബന്ധിച്ചോളം അതിന് ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അത് കോടതി കേസിലൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഷൂട്ടിംഗ് നടക്കുമോ, ഷൂട്ടിംഗ് നടന്നിട്ട് ഇത് പുറത്തു വരുമോ ഒക്കെ ഭയങ്കര ഇങ്ങനെ ആ ലൂപ്പിലാണ് കിടക്കുന്നത്. ഇപ്പോ ഈ കേസിന്റെ ഇടയിലാണ് ഇവര് ഈ ഷൂട്ടിംഗ് നടത്തുന്നത്. അപ്പൊ എറണാകുളത്തേക്ക് വിളിച്ചിട്ട് നാളെ ഷൂട്ടിംഗ് ഉണ്ട്. നമ്മൾ സാധാരണ കുറെ ആൾക്കാരെ മനുഷ്യന്മാരെ കാണും, മനുഷ്യന്മാരെ കണ്ട് നമ്മൾ ലൈവായിട്ട് സ്റ്റേജ് പെർഫോമൻസ് ആണല്ലോ. അതെ, അതില് ആ 10 മിനിറ്റിൽ തെറ്റൊക്കെ തെറ്റും. പിന്നെ അത് മേക്കപ്പ് ഈ അടുത്ത സ്റ്റേജിലാവും. അപ്പോ നമുക്ക് ഒരു സ്റ്റേജിൽ ഒരു വട്ടം പാടിയിട്ടുള്ള ശീലമുള്ളൂ. ഈ റെക്കോർഡിംഗ് വരുമ്പോ അങ്ങനെയല്ലല്ലോ, റീടേക്ക് അങ്ങനെ പോവല്ലേ. അവർക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിലാണല്ലോ പോവാ. പിന്നെ അത് മാത്രല്ല ഇവരിത് സ്പീക്കറിലാണ് ഞാൻ ഈ പാട്ട്, നമുക്ക് നമ്മളിതിന് ലിപ്പ് കൊടുക്കണം. എങ്ങനെ നോക്കിയാലും ലിപ്പ് വരില്ല. ഞങ്ങളിപ്പോ എന്തൊക്കെയോ കാട്ടി ലിപ്പ് മറ്റേ പാട്ട് പറഞ്ഞ ഇഞ്ചി കൈപ്പല്ലാതെ വേറെ ഒന്നും പറയണില്ല. ചില പോഷല ആ പാട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്ലോസപ്പ് ഒക്കെ വരുമ്പോ. എന്നിട്ട് ഇഷ്ടംപോലെ, അതായത് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം ഓര് പറയുന്നത് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ എത്ര തിരക്കുണ്ടല്ലോ, വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്യാം. അത് തന്നെ ഒരു ടേക്ക് എടുത്ത് കഴിയുമ്പോ അതിന്റെ ബാക്കും സൈഡും. അപ്പോ ബാക്കും സൈഡൊക്കെ നിങ്ങളുടെ സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ മൂവ്മെന്റ് എടുക്കുക അതേ സാധനം ബാക്കിൽ മൂവ്മെന്റ് എടുക്കണം. എങ്ങനെ ഇപ്പൊ മൂവ്മെന്റ് എടുത്തത് നമുക്ക് ഐഡിയ. ശ്രീഹരി ഒരു അമ്മക്കുട്ടിയാണെന്ന് ഞാനിങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട്, ശരിയാണോ? ഞാൻ
അമ്മക്കുട്ടി ഇപ്പോഴും ആണ്. പക്ഷെ കൊറേയൊക്കെ അതൊന്ന് പൊന്തി വന്നു. അതായത് അമ്മക്കുട്ടിയാന്ന് പറഞ്ഞാല് ഞാൻ പണ്ട് മുതലേ പുതിയവരോട് സംസാരിക്കാനും അയാളെ ഫേസ് ചെയ്യാനും ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഒരു 10ാം ക്ലാസ് വരെ. അത് ഞാൻ ഇപ്പൊ വീട്ടിലാരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല ബാക്കിക്ക് ഇങ്ങനെ അമ്മേന്റെ ബാക്കിക്ക് ഇങ്ങനെ പോകും. പിന്നെ അയാളും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ മൂപ്പര് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഞാൻ തന്നെ രാജാവ്. വേറെ ആരും കാണാമല്ലോ, അമ്മേനെ മാത്രമേ അന്യ അച്ഛനൊക്കെ അല്ലേ കാണാമല്ലോ. അപ്പൊ എങ്ങോട്ട് പോയാലും അങ്ങനെ ഒരു ആളാണ് ഞാൻ. അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നില്ല. അങ്ങനെ പക്ക ഒരു അമ്മക്കുട്ടി, ഒരു അമൂൽ ബേബി ആയിട്ട്. എന്നാ നാട്ടിലാണെങ്കിൽ കൂടി വിഷയം എന്താ വെച്ചാൽ ഇന്റെ പ്രായമുള്ളവരൊക്കെ പെൺകുട്ടികളാണ്. അത് അവർക്കുള്ളൊക്കെ ഏട്ടന്മാരാ. അവരൊക്കെ ഓരോ ബാംഗ്ലൂർ അങ്ങനത്തെ ഇന്റെ കസിൻസ് ആണെങ്കിലും ഇന്റെ പ്രായക്കാരൊക്കെ ഗേൾസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നാട്ടിലും ഒരു സർക്കിൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ വളർന്നു. പിന്നെ SPCയിൽ വന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഒന്നുകൂടി അതായത് കുടുങ്ങിയതാണ്. ഇപ്പൊ സ്റ്റേജിൽ നിന്ന് ഒറ്റയ്ക്ക് പാട്ട് പാടണം, സ്റ്റേജിൽ നിന്ന് കയറി സംസാരിക്കണം. അതായത് ഒരു ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്യാബിനൊക്കെ പോകുമ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നന്ദി പറയാ, അല്ലെങ്കിൽ സ്വാഗതം പറയാം, അതെ അമ്മോട് വിളിക്കുക, അമ്മോട് പറയണം. ആണെന്ന് പറഞ്ഞ് ബാക്കിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പൊന്തി വന്നു. ഇപ്പൊ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മള് ഇപ്പൊ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്യും. പിന്നെ ക്യാമ്പുകളൊക്കെ അധികം കുട്ടികളുടെ ക്യാമ്പുകൾ, അതായത് ചെറിയ കുട്ടികളുടെ ക്യാമ്പുകളൊക്കെ എടുക്കും. അപ്പൊ ഭയങ്കര അങ്ങനെയാണ് ഞാൻ എന്റെ പ്രൊഫഷനും അങ്ങനെ കുട്ടികളിലും റിലേറ്റഡ് ആയിട്ട് എടുക്കാൻ കാരണം അതാണ്. അപ്പൊ ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെ മേക്കപ്പായി ഇപ്പൊ കുറച്ച് മെച്യൂരിറ്റി കൂടിയോ ഒരു തന്തവൈദിക്ക് എത്തിയോ എന്നുള്ളത് പിന്നെ ചിലർ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നാടൻ പാട്ട് മേഖലയിലേക്ക് വന്നത്? ആ ഒരു ഫസ്റ്റ് ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു? എന്റെ ജീവിതത്തിൽ മൊത്തം കോമഡി ആയതുകൊണ്ട് അതൊരു കോമഡി വേഷനാണ്. അതായത് അച്ഛൻ ഫോക്ലോറിസ്റ്റ് ആണ്. അച്ഛൻ നാടൻപാട്ടും പരിപാടിയൊക്കെ ആയിട്ട് കുറെ കാലമായി. അപ്പോ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്, ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോ അവിടെ നാടൻപാട്ട് നടക്കുമ്പോ എങ്ങനെയാ വെച്ചാല് നാട്ടിലുള്ള കുട്ടികളെ കൂട്ടിയിട്ട് ഒരു ടീം ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ ഫുള്ള് പ്രാക്ടീസ് ഒന്നും ചെയ്യില്ല. നാട്ടില് വൈകുന്നേരം നമ്മള് പഠിത്തോ ഹോംവർക്കോ കഴിഞ്ഞിട്ട് ഒരു 8 to 10 നാട്ടില് പിന്നെ ഒരു വായനശാല ഉണ്ട്, അവിടെ പ്രാക്ടീസ് നടത്തും. അങ്ങനെ കലോത്സവത്തിന്റെ സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമേ സ്കൂളുകാർക്ക് നമ്മളെ പെർഫോമൻസ് കാണാൻ പറ്റൂ. അങ്ങനെയാണ് നമ്മളവിടെ നാട്ടിൽ നിന്ന് ഒരു ടീം എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുപോയാണ്. അപ്പോ ഒരു വർഷം ഞാൻ ഈ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ടീമുണ്ടാക്കി കലോത്സവം നടക്കുന്നതിന്റെ 2 ദിവസം മുന്നേ അതിലൊരു കുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം വന്ന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും നിവൃത്തിയില്ല. അപ്പോ വേറെ ആളെ ആഡ് ചെയ്യാൻ പിന്നെ നാട്ടിലാരും ഇല്ല. അപ്പൊ നാട്ടിലത്തെ ഒരാൾ പറഞ്ഞു അച്ഛനോട്, എന്നാ പ്രശാന്തേട്ടന്റെ മകനെ തൽക്കാലം നമുക്ക് വെക്കാം. അപ്പൊ അച്ഛൻ പറഞ്ഞു അതുവാണോ സംശയം, അത്ര ബന്ധങ്ങളിലേക്ക് പോണ കൃഷ്ണൻകുട്ടി പറഞ്ഞ പോലെ അത് വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അല്ല നമുക്ക് എന്തായാലും വെക്കാം, പ്രശ്നമില്ല. എന്നിട്ട് അങ്ങനെ 2 ദിവസം കൊണ്ട് എന്തൊക്കെയോ ഇന്നെ അരക്കി കരക്കി കുടിച്ച് ഇന്ന സ്റ്റേജിന് കയറ്റി. എന്റെ ഫസ്റ്റ് സ്റ്റേജാണ്. അവിടുന്ന് തുടങ്ങിയാണ്. പിന്നെ വെച്ചടി കേറ്റായിരുന്നു. അച്ഛനന്ന് സംശയിച്ചതിൽ നിന്ന് ഇപ്പൊ അച്ഛനെ ഹാപ്പി അല്ലേ? പിന്നല്ല. എന്തായാലും ഇത്രയും നാടൻ പാട്ടിന്റെ ഫസ്റ്റ് സ്റ്റേജിന്റെ കഥയൊക്കെ പറഞ്ഞില്ല, നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് പാടിത്തരാവോ? പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണൊന്നടച്ചാലോ കാണും കണ്ണീനായകുള്ളോളേ, കണ്ണൊന്നടച്ചാലോ കാണും കണ്ണീനായകുള്ളോളേ, പൊന്നും പൂവേ നിന്നെ കാണാൻ, പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ, എന്റെ ചെമ്പകപ്പൂമലരേ. അപ്പൊ എന്തായാലും നമ്മൾ ഈ സോളോ ഫോക്കിലേക്ക് തിരികെ എത്തുമ്പോൾ അതുലേട്ടനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ സോളോ ഫോക്ക് എന്ന പേര് ആ ഒരു ബാൻഡിന് നൽകിയിട്ടുള്ളതെന്ന്? ഞാൻ അതുലേട്ടൻ ആദ്യം സോളോ ഫോക്കിന്റെ മുന്നത്തിന്റെ മൂപ്പര് ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ അന്ന് മൂപ്പര് ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ടാക്കിയിട്ടായിരുന്നു, സോളോ ഫോക്ക് ബൈ ഫോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട്. അതിന്ന് പിന്നെ ഫോഗ്രാഫറിനെ കട്ട് ചെയ്തിട്ട് ആണ് സോളോ ഫോക്ക് എന്നുള്ള പേരിക്ക് വന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. അതായത് ഫോക്ക് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്, കൂട്ടം, പാട്ട്, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അപ്പോ അതിലൊരു സോള് കണ്ടെത്തിക്കൊണ്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് പിന്നെ എല്ലാവരും പോകുന്ന രീതിയിലാണ് നമ്മളും പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളതിന് ഒരു ഇപ്പൊ പണ്ട് മുതലുള്ള ഒരു രീതി എന്താ വെച്ചാൽ നടൻപാട്ട് സ്റ്റേജുകളിൽ ഒരു ചോപ്പ് മുണ്ടും ഒരു ജുബിയും അരയുടെ ഒരു കെട്ടും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഭയങ്കര എത്തിനിക് ആയിട്ടുള്ള ഒരു കൾച്ചറായിരുന്നു നടൻപാട്ടിന്. നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ടീഷർട്ടും ജീൻസും വൈറ്റ് ഷൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അങ്ങനെയാണ്. പിന്നെ നമ്മളാണ് ഇതൊരു ഫോക്ക് ബാൻഡ് എന്നുള്ളൊരു പേരിന് കൊണ്ടുവന്നത്. നാടൻപാട്ട്
സംഘം മാറ്റിയിട്ട് ഫോക്ക് മ്യൂസിക് ബാൻഡ് എന്നുള്ളൊരു ലേബല് ഈ ഭാഗത്തൊക്കെ നമ്മളാ കൊണ്ടുവരുന്നത്. അപ്പോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഇൻഷുറൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ, പാട്ടിന്റെ ആത്മാവിനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഏത് രീതിയിൽ മുന്നോട്ട് ഫോക്കിനെ എങ്ങനെ മോഡിഫൈ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം, എന്നാൽ പാട്ടിന്റെ ആത്മാവിന് ഒരു അല്ലെങ്കിൽ പാട്ടിന്റെ കാതലിനൊരു വിഷയവും പറ്റാതെ നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു നമ്മളെ ആശയം. ഈ ഒരു മോഡേൺ ഓഡിയൻസിന്റെ ഇടയിലേക്ക് നമ്മൾ ഈ ഒരു ഫോക്ക് മ്യൂസിക്കിനെ പോപ്പുലറൈസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോ കൂടുതലായിട്ട് നമ്മൾ ആദ്യം ചെയ്തുവരുന്ന പരിപാടി ഈ സാംസ്കാരിക ചർച്ചകളും അതുപോലെ തന്നെ ഉത്സവങ്ങൾ, അതുപോലെ തന്നെ കോളേജുകളിൽ ഉണ്ടാകുന്ന പിന്നെ ഈ പാട്ട് പരിപാടികളൊക്കെയാണ്. ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം, അതായത് ഒരു ഉണ്ട്, പക്ഷെ ഒരു 2023 ലാസ്റ്റിക്കൊക്കെ എത്തിയ സമയത്ത് തന്നെ ട്രെൻഡ് മാറി മൊത്തത്തില്. ഞങ്ങളെ നാട്ടുകാരിൽ നിന്നുള്ള ഡാക്സി, ബേബി ജി, നമ്മളെ നാട്ടുകാരാണല്ലോ, ഞങ്ങളൊക്കെ മലബാറികളാണ്. അപ്പൊ മൊത്തം ആ ഒരു വൈബിക്ക് ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷെ നാടൻപാട്ടിന് അതിനായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. പക്ഷെ ആ ഓഡിയൻസ് അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഉത്സവങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ തൃശ്ശൂര് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്ന വേടനും ബേബി ജീനൊക്കെയാണ്. ഇപ്പൊ ഉത്സവങ്ങളിലും അങ്ങനെ ഒരു മോഡേൺ പരിപാടി എത്തിയിട്ടുണ്ട്. കാരണം ഓഡിയൻസിനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ നാടൻപാട്ട് കേൾക്കാനുള്ള ഓഡിയൻസിനൊപ്പം തന്നെ ബാക്കിയുള്ള ഓഡിയൻസിനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ മതി. അപ്പൊ നമ്മൾ ഈ സോളോ ഫോക്ക് തന്നെ നമ്മൾ ഇപ്പൊ കോളേജ് പരിപാടികളൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് വെസ്റ്റേൺ പരിപാടികളുടെ രീതിയിലൊക്കെ വന്നപ്പോൾ. പക്ഷെ നമ്മൾ ഇൻഫ്ലുവൻസിൽ നമ്മളൊന്നും മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മളെ സോളോ ഫോക്കിൽ. അതായത് സോളോ ഫോക്കിൽ ഇപ്പൊ കൂടുതലായിട്ടും ചെണ്ട, നഗില്, പിന്നെ ചെണ്ടയുടെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ മാത്രമാണുള്ളത്. പിന്നെ നമ്മളതിൽ അത് വെച്ചിട്ട് തന്നെ നമ്മൾ മാക്സിമം പരിപാടികൾ നമ്മൾ ബാക്കിയുള്ള ടീമിനൊന്നും ഇല്ലാത്ത കൂടുതൽ പരിപാടികൾ നമ്മൾ പിടിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡ് വന്നതിന് ശേഷം ഇപ്പൊ ഈ സോളോ ഫോക്കിൽ ഉള്ള സമയത്ത് തന്നെ നിങ്ങൾ സിനിമ പാട്ടൊന്നും പാടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പൊ നമ്മളെന്താ വെച്ചാല് ഈ ചെണ്ട പരിപാടിന്റെ ഇടയിൽ കൂടെ സിനിമ പാട്ടുകൾ നമുക്ക് ഒരിക്കലും കൊളാബ് കഴിയില്ല. അപ്പോ അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് പല സ്ഥലത്തുനിന്നും. പിന്നെ സിനിമ പാട്ടുകൾ ചെയ്യില്ലേ? പിന്നെ നമ്മളെന്താ വെച്ചാൽ ട്രാക്ക് ഇട്ട് പാടാൻ നമ്മളങ്ങനെ സോളോ ഫോക്കിലാണെങ്കിൽ കൂടി നമ്മളങ്ങനെ അതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് എല്ലാം ലൈവായിട്ട് ചെയ്യാന്നുള്ള ഒരു പരിപാടി. ഇപ്പം കരോക്കെ പാടുന്നവർ അതിലുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ പോകേണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ബാൻഡ് നമ്മൾ തുടങ്ങുന്നത്. നിലവിൽ ഇപ്പൊ നമുക്ക് 2 ബാൻഡ് ഉണ്ട്. ഒന്ന് സോളോ ഫോക്കും അതുപോലെ തന്നെ ഫോഗ്രാഫർ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡ്. ഫോഗ്രാഫർ ലൈവ് എന്ന് പറയുമ്പോൾ അതില് മൊത്തം വെസ്റ്റേൺ വരും. ഫോക്ക് തന്നെ ഇതിന്റെ വെസ്റ്റേൺ ബ്ലെൻഡിങ്ങിലാണ് അപ്പൊ നമ്മൾ പരിപാടി പോകുന്നത്. അപ്പൊ രണ്ടിനും ഇപ്പൊ നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് എൻക്വയറി വരുന്ന സമയത്ത് നമ്മളിത് രണ്ടും കൊടുത്തിട്ട് ഇതിൽ ഏത് വേണമെന്ന് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പരിപാടി എടുക്കുന്നത്. പറഞ്ഞില്ലേ ബ്ലെൻഡ് ചെയ്യുന്നു പറഞ്ഞു. ഈ ട്രഡീഷണൽ ഫോക്കും നമ്മുടെ മോഡേൺ മ്യൂസിക്കൽ എലമെന്റ്സും ഒക്കെ ഈ ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ആ ഒരു ടീം വർക്ക് എങ്ങനെയാണ്? അതായത് ഇപ്പൊ ഈ ഫോഗ്രാഫർ ലൈവ് എന്ന് പറയുന്ന ബാൻഡിന് നമുക്ക് മൊത്തം അതിലിപ്പോ 2 ഗിറ്റാർ, ഒരു കീബോർഡ്, ഒരു ഡ്രംസ്, പിന്നെ ഫോക്ക്, തുടി, ചെണ്ട, അങ്ങനെ ഒരു ഫോക്ക് പീസും അതുപോലെ തന്നെ വയലിനും, ഇങ്ങനെ ഇത്രയും പീസ് ഓഫ് ഇൻഫ്ലുവൻസ് ആണ് അതിലുള്ളത്. സത്യം പറഞ്ഞാൽ ആരും ട്രെയിൻഡ് ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാട്ട് നമ്മൾ നോർമലായിട്ട് നമ്മൾ ചെണ്ട ഇതൊക്കെ വെക്കുന്ന സമയത്ത് ഈ സ്കെയിൽ നോക്കിയിട്ടുള്ള പരിപാടിയോ അല്ലെങ്കിൽ ടെമ്പോ, പിച്ച്, ആ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ ഈ നാടൻപാട്ടിൽ പറയും വായിച്ചു തോന്നിയത് കോതച്ച് പാട്ടുകളാണ് നമ്മളത്. അതായത് എന്താണോ നമുക്ക് വായിൽ വരുന്നത് അത് പാടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു വെസ്റ്റേൺ പരിപാടിക്ക് വരുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള പിച്ചും ടെമ്പോയും ഒക്കെ നോക്കിയിട്ട് വേണം പോവാൻ. അപ്പൊ നമ്മളിങ്ങനെ കുറെ ഇരുന്ന് ഇതിനെങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാന്നുള്ള നമ്മൾ ഇരുന്ന്, പിന്നെ നമ്മളെ വർക്ക് ചെയ്യുന്ന കീബോർഡിസ്റ്റ് സ്റ്റുഡിയോ എഞ്ചിനീയർ ആണ്. അപ്പൊ അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് അതിലെ എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്ത് അങ്ങനെ നമ്മളിപ്പോ ആ ബാൻഡ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായിട്ടുള്ളൂ. ഇപ്പൊ കോളേജുകളിലൊക്കെ ആ ബാൻഡിനാണ് എൻക്വയറി വരുന്നത്. അതായത് വെസ്റ്റേൺ ബാൻഡാണ് മൊത്തം എൻക്വയറി വരുന്നത്. ഇപ്പൊ നമ്മൾ സിനിമ പാട്ട് ആഡ് ചെയ്യാൻ തുടങ്ങി. ഇല്ലുമിനാണ്ടിയും പിന്നെ ആർമാളും അങ്ങനത്തെ പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് പറഞ്ഞതിന് പ്രശ്നമില്ല, കാരണം നമ്മുടെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മളപ്പോഴും ഇതിലും നമ്മൾ ട്രാക്ക് പാടില്ല, മൊത്തം ലൈവായിട്ടാ പോലെ. നമ്മൾ ബാക്ക് ട്രാക്ക് പോണ പരിപാടിയില്ല, മൊത്തം ലൈവായിട്ടാ പോവാ. അപ്പൊ എന്തായാലും ഒരുപാട് പാട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ട് കൂടി നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് പാടിത്തരാവോ? പ്രത്യേകമായിട്ട് നമുക്ക് കടുവയിലെ പാലാപ്പള്ളി എന്ന് കേട്ടാലോ? പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. 1-ാം കുന്ന് നടന്നാരോ കുന്നിതിറങ്ങുന്നേ, 1-ാം കുന്ന് നടന്നാരോ കുന്നിതിറങ്ങുന്നേ.
ആവോ ദാമാനോ നാലാള് കൂടണല്ലോ, ആവോ ദാമാനോ നാടാകെ ചുറ്റണല്ലോ, ആവോ ദാമാനോ നാടാകെ കൂടിയിട്ടേ, ആവോ ദാമാനോ രാക്കൊളി കൂടണല്ലോ. ലക്ഷഞ്ചുറ്റുകരക്കാരും വരത്തന്മാരിങ്ങും എത്തിയല്ല, ലക്ഷഞ്ചുറ്റുകരക്കാരും വരത്തന്മാരിങ്ങും എത്തിയല്ല, ലക്ഷഞ്ചുറ്റുകരക്കാരും വരത്തന്മാരിങ്ങും എത്തിയല്ല, ലക്ഷഞ്ചുറ്റുകരക്കാരും വരത്തന്മാരിങ്ങും എത്തിയല്ലോ. ആവോ ദാമാനോ വിണ്ടിയൊടിച്ചു വന്നേ, ആവോ ദാമാനോ വിണ്ടിയും കുത്തിയല്ലോ, ആവോ ദാമാനോ കൈത്തിരി കത്തുന്നല്ലോ, ആവോ രാമാനോ ലോകത്തിൻ പൊന്നിളക്കേ. ശരി, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഈ ഒരു പാട്ടുകാരൻ ഇപ്പൊ എങ്ങനെയാണ് ടീച്ചറായിട്ട് മാറിയിട്ടുള്ളത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ കൂടുതലായിട്ടും സ്കൂളുകളിലെ ക്യാമ്പുകളൊക്കെയാണ് എടുക്കാറ്. അതാകുമ്പോ നമുക്ക് എന്താ വെച്ചാല് വലിയ ഓഡിയൻസിന്റെ പോലെയല്ല, ഇവര് നമ്മളിങ്ങനെ കേട്ടിരിക്കും. ഭയങ്കര ലിസണിങ് സ്കില്ല് കൂടുതൽ ഈ ചെറിയ കുട്ടികളിലാണ് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോ അങ്ങനെ എനിക്ക് തോന്നി ഇത് റിലേറ്റഡ് ആയിട്ട് പോർഷൻ എടുക്കാം. പിന്നെ അതിന്റെ ഒരു മറ്റൊരു സൈഡ് എന്താന്ന് വെച്ചാല്, ഞാന് എല്ലാ സ്റ്റേജിലും പറയുന്ന സംഭവം, അതായത് ഞാന് പഠിത്തത്തിൽ പണ്ട് ഭയങ്കര വീക്കായിരുന്നു. പ്ലസ് ടു വരെ എല്ലാ ഈ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ഈ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വീട്ടിൽ നിന്ന് അമ്മ വരുമല്ലോ. അപ്പോ എല്ലാ പ്രോഗ്രസ് കാർഡിന് മീറ്റിംഗ് വരുന്ന സമയത്തും അമ്മ കരഞ്ഞിട്ടാ പോവുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഞാൻ തോറ്റിട്ടുണ്ടാവും. ഞാൻ അഭിമാനത്തോടെ പറയല്ല, പക്ഷെ ഒരു മീറ്റിംഗിന് പോലും എനിക്ക് അമ്മേനെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഈ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അമ്മ എന്നോട് പറഞ്ഞു, ഈ ടീച്ചർ ആവണം എന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്, അപ്പോ TTC എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് 2 വർഷം പറഞ്ഞ പോലെ എന്റെ ആഗ്രഹവും ആ സൈഡായിരുന്നു, പിന്നെ അമ്മേന്റെ ആഗ്രഹവും ആ രീതിയിലായതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാന്ന് വെച്ചിട്ടാണ് ഞാൻ TTC എടുത്തത്. TTC എടുത്തപ്പോ ഈ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞു, എല്ലാ വർക്കും ഞാൻ ചെയ്തുതരും, ഒരു ബേജാറും വേണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പഠിക്കാൻ കയറിയ കോളേജ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്ന കോളേജ് ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞാൽ പ്ലസ് ടു റെക്കോർഡ് പോലും ഞാൻ റെക്കോർഡ് വാങ്ങിയുള്ള അല്ലാതെ റെക്കോർഡിൽ ഒരു വര പോലും അടയ്ക്കാത്ത മനുഷ്യനായിരുന്നു ഞാൻ. അത് മാത്രമല്ല, അവിടെ പോയപ്പോ ഹാൻഡ് റൈറ്റിംഗ് മാറിക്കഴിഞ്ഞാൽ അപ്പൊ പിടിക്കും. അങ്ങനെ ഒരു ദിവസം 50-60 A4 ഒക്കെ എഴുതി തീർക്കണ്ടായിരുന്നു ഞങ്ങൾ. ഇത് കേൾക്കുന്ന TTCക്കാർക്കും BEdകാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കുറച്ച് സമയം സമർപ്പിക്കണം. അവർക്ക് മനസ്സിലാവും, BEd TTC എടുത്തവർക്കൊക്കെ മനസ്സിലാവും. അത്ര ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ആഫ്റ്റർ TTC BEd നല്ല ജോലിയാണ്, അത് വേറെ വിഷയം. 2 കൊല്ലം എന്ന് പറഞ്ഞാൽ പിന്നെ മരിക്കണം ജീവിക്കണം. അത്രയും നാളുണ്ടായിരുന്ന മടിയൊക്കെ ഇങ്ങോട്ട് മാറി കിട്ടി TTC കഴിഞ്ഞപ്പോഴത്തേക്കും. പറയാനുണ്ടോ, ഈ ചാർട്ടൊക്കെ എഴുതുമ്പോഴേ, ചാർട്ടൊക്കെ നമ്മളിങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഈ ചാന്റെ പിന്നെ ഈ കുനിപ്പ് മേലേക്ക് പോയാലും അടിക്ക് പോയാലും ആ ചാർട്ട് ഇങ്ങനെ പൊട്ടും. പിന്നെ ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്താ കൂടി എന്ന് വെച്ചാല്, എനിക്ക് മാത്സിനൊക്കെ 80-ൽ 2 മാർക്കൊക്കെ എനിക്ക് പണ്ട് എന്റെ മാർക്ക് 78 മാർക്ക് ഞാൻ സ്കൂളിൽ കൊടുത്തിരിക്കുകയാണ്. സാരല്ല, എടുക്കട്ടെ. അതെ, പക്ഷെ 2 വർഷത്തിന് ഇപ്പുറം ഞാൻ ഗണിതത്തിന്റെ അധ്യാപകനായിട്ട് വന്നു എന്നുള്ളത് അതാണ് കംബാക്ക്. അവിടെയാണ് വലിയൊരു കയ്യടി നമുക്ക് വേണ്ടത്. എന്റെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ മലയാളമാണ്. മലയാളം, സാമൂഹ്യശാസ്ത്രം, ഗണിതം, ഇത് 3 ഈ എന്റെ വിഷയങ്ങൾ. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ എനിക്ക് അവിടെ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവിടെ ടീച്ചറായിട്ട് കാരണം തന്നെ കുറച്ച് കടമ്പകൾ ഇനിയുണ്ട്. പക്ഷെ ടീച്ചിങ് പ്രാക്ടീസിനെങ്കിലും അവിടെ കാരണം എന്നുള്ളത്, ഞാൻ അവിടെ തന്നെ എന്റെ പ്രിയപ്പെട്ട ടീച്ചറെ തൊട്ടിപ്പുറത്തെ കസേരയിൽ ഞാൻ ഒരു മാസം അധ്യാപകനായിട്ട് ജോലി ചെയ്തത്. അടിപൊളി. പിന്നെ അല്ല, അതൊരു കിടലനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കിൽ ഇത്രയും വലിയ കഥകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ഒരു അച്ചീവ്മെന്റ് നമ്മുടെ ശ്രീഹരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ്. ഈ ഒരു അച്ചീവ്മെന്റിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ മുന്നേ ഇങ്ങനെ എല്ലാവരോടും പറയുന്നത്, അപ്പൊ അമ്മേനോടൊക്കെ പറയും, എങ്ങനെ ആരാവണം എന്നുള്ള ആഗ്രഹം പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് അതിലേട്ടനെ പോലെ ആവണം, അതിലേട്ടനെ പോലെ ആവണം. അതായത് ഞാൻ ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്ന സമയം ഞാൻ ഈ അമ്മക്കുട്ടി ആവുന്ന സമയത്താ. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കടന്നു വരാന്നുള്ളതും, പിന്നെ ഒരു സ്റ്റേജിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഇപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കാൻ കാരണം എന്താ വെച്ചാല്, അതിലേറ്റൊരു പോസ്റ്ററിലൊക്കെ വരുമ്പോ അടിയിൽ പിന്നെ ഫോക്ലോർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ലേബല് കൊണ്ടുവരണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ ആയിട്ട് മൂപ്പരെടുത്ത് എത്തിയിട്ടില്ല ഉള്ളത് വേറെ വിഷയം. പക്ഷെ ഈ ഫെലോഷിപ്പ് ആണെങ്കിലും അവാർഡുകളാണെങ്കിലും അതിലേറ്റൊക്കെ കടന്നുപോയ മനുഷ്യനാണ്. അപ്പൊ ആ വഴിയെ പിടിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ റോൾ മോഡലിൽ ഒരാളായതുകൊണ്ട് തന്നെ എങ്ങനെ അതൊക്കെ കൊണ്ടുനടക്കാം എന്നുള്ളൊരു സംഭവം, അങ്ങനെ അതൊക്കെ അച്ചീവ് ചെയ്യാന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. ഈ ഫെലോഷിപ്പ് മീൻസ് അത് സാംസ്കാരിക വകുപ്പ് പിന്നെ 3 വർഷം ആയിട്ട് കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് നമ്മളെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് അങ്ങനെ ആണ് കൊടുക്കുക. അപ്പൊ എനിക്ക് 8 വർഷമായി ഞാനിപ്പോ ഈ നടമ്പാട്ട് ഫീൽഡില്ല. 8 വർഷം 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. 8 വർഷം
വർഷമായിട്ടുള്ള ഇതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും പരിപാടിയും എല്ലാം കൊടുത്ത് കാണിച്ച് അവര് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ ലിസ്റ്റ് ഇറങ്ങിയിട്ട് ഞാൻ കൺഫേം ലിസ്റ്റിലാണുള്ളത്. 30 ആൾക്കാരാണ് കൺഫേം ലിസ്റ്റിലുള്ളത്. പിന്നെ 5 ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. നിലവിൽ ഇപ്പോൾ ഉള്ള ലിസ്റ്റിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നാടൻപാട്ടിലെ ഫെലോഷിപ്പ് കിട്ടിയതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനാണ്. യെസ്, അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം ഇനിയും മുന്നോട്ട് ഒരുപാട് ശ്രീഹരി ആഗ്രഹിക്കുന്ന പോലെ വലിയ തലങ്ങളിലേക്ക് എത്താനായിട്ടുള്ള എല്ലാവിധ ബെസ്റ്റ് വിഷസും പറയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ശ്രീഹരിയോട് സംസാരിക്കാൻ പറ്റിയതിലും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയതിലും. ഒരുപാട് നമുക്കറിയാത്ത ബാക്ക് സ്റ്റോറീസ് ഈവൻ പാലാപ്പള്ളി പാട്ടിനെ പറ്റി ആയ പോലും നമുക്ക് ശ്രീഹരി ഷെയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഗസ്റ്റ് ആയിട്ട് വന്നതിൽ. താങ്ക് യു സോ മച്ച്. എനിക്കും ഒരുപാട് സന്തോഷം. ഞാൻ 2 ദിവസം മുന്നേ ഇങ്ങനെ ആബിദാണ് എന്നെ ഇതിലേക്ക് വിളിച്ചത്. ആബിദ് എന്റെ സുഹൃത്താണ്. എന്നെ ടെഡെക്സിലേക്ക് കൊണ്ടുവന്നതൊക്കെ ആബിദാണ്. കഴിഞ്ഞ വർഷം ഞാൻ ടെഡെക്സ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ടെഡെക്സ് ഒന്നും നമ്മളെ സ്വപ്നം കാണാത്ത പ്ലാറ്റ്ഫോമാണ്. കാരണം അതൊന്നും നമുക്ക് പറഞ്ഞ പരിപാടി ഇല്ല എന്നുള്ള ഒരു മൈൻഡിലുള്ള മനുഷ്യനെയാണ്. പക്ഷെ അവിടെ ഞാൻ പോയി സംസാരിച്ചതും ഈ പറഞ്ഞ പോലെ പാട്ടുവഴികളും പിന്നെ കേരളത്തിന്റെ പാട്ട് സംസ്കാരമൊക്കെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ കുറച്ചു നേരം എല്ലാം കൂടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. എന്നെ കേട്ടിരിക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം. സോ അപ്പൊ ഇത്രയും നേരം റെഡ് കാർപ്പറ്റിൽ നമ്മളുടെ കൂടെ പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ശ്രീഹരി മങ്ങാട്ടാണ്. ഒരു ഫോക്ലോറിസ്റ്റ് ആയിട്ടും മെന്റലിസ്റ്റ് ആയിട്ടും സോഷ്യൽ വോളണ്ടിയറുമായിട്ടും അതിലുപരി ടീച്ചറൊക്കെ ആയിട്ട് നമ്മുടെ ഇടയിൽ ഒരു കൊച്ചു ലോകം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ അതുല്യ കലാകാരനെയാണ് നമ്മൾ ഇന്നത്തെ റെഡ് കാർപ്പറ്റിലൂടെ പരിചയപ്പെട്ടത്. സോ അപ്പൊ ഇനിയും ഒരുപാട് കലാകാരന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ വിശേഷങ്ങളായിട്ട് നമ്മൾ റെഡ് കാർപ്പറ്റിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.